അസ്സലാമലൈക്കും ബിലാൽ ഫാത്തിമ ഭക്ഷണം ശേഖരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ കേട്ടോ. അതിനായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ചിക്കൻ, പിന്നെ ചിക്കന് ഞാൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിലോട്ട് ഒരു മുട്ട, കുറച്ച് കോൺഫ്ലവർ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി, സോയാ സോസ് അതിട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവോള, ക്യാപ്സിയം, പിന്നെ മുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാം. ചട്ടി നല്ലോണം ചൂടായിട്ടിട്ടെ നമുക്കത് ചിക്കൻ നമുക്ക് ആദ്യം പൊരിച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിലോട്ട് ഇടാം കേട്ടോ. ഡീപ് ഫ്രൈ ഒന്നും വേണ്ട, അധികം എണ്ണൊന്നും വേണമെന്നില്ല. നമുക്കങ്ങനെ കുറച്ച് നമുക്കതിന് പൊരിച്ചെടുക്കാം. നമുക്ക് 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഞാൻ ഇടയിലൊന്ന് മറിച്ചിട്ടേ. നല്ല സ്മെല്ല് കൊതിയുണ്ട്. കറക്റ്റാണ്, നല്ല മണമുണ്ട് കേട്ടോ. അത് മൊരിഞ്ഞ് വരുമ്പോൾ എനിക്ക് കറിയായി വരുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. എങ്ങനെ നമുക്ക് അടുത്തത് കാണാം ഇടാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഇടാം കേട്ടോ. അടുത്ത നല്ല മണവും നല്ല സോയ സോസിൻ്റെയും ഇതൊക്കെ മണം നല്ല രുചിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആവുമ്പോൾ ടേസ്റ്റ് ചെയ്തൊക്കെ കറക്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു മണം വരുന്നത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കാണാം കേട്ടോ. ഇനി അടുത്ത നമ്മൾ ഫ്രൈ ആയിട്ട് കാണുവേ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അതിലോട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. സെയിം എണ്ണ തന്നെയാണ്. ആ സെയിം എണ്ണയിലോട്ട് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇടുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നല്ലോണം ഒരു ബ്രൗൺ നിറാക്കണേ. അതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര എടുക്കാൻ ഒരു ഹാഫ് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര നമുക്ക് ആ ഒരു ബ്രൗണിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര. അതിൻ്റെ കൂടെ തന്നെ സെയിം തന്നെ നമുക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ചുറ്റും മക്കളുണ്ട്. മക്കളെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കളെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇഷ്ടമാണ് വന്ന് നിൽക്കാൻ. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. ഓണിയൻ ഞാനിങ്ങനെ കൈമ്മ തന്നെ ഒരു കയ്യിൽ ഫോണും വെച്ചാണ് ചെയ്യുന്നത്. അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് വീഡിയോസ് അവരിങ്ങനെ കട്ട് ചെയ്ത് വിടും. അപ്പോൾ ഞാൻ തന്നെയാണ് കൈമ്മ തന്നെ പിടിച്ച് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഞാനിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കണ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ചില്ലി ചിക്കനാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലിപ്പോൾ അതുകൊണ്ട് സ്പ്രിംഗ് ഓണിയനൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല.
ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് പൊരിച്ച് വെച്ചാൽ തന്നെ വേഗം ഒരു പണി കഴിഞ്ഞു. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ടൊമാറ്റോ സോസ്, ഇതിൽ നമ്മ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് മൂന്നും കൂടെ ഈ 2 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ, ബാക്കിയൊക്കെ 2 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒഴിക്കാം കേട്ടോ. ഇനി സെപ്പറേറ്റ് വേറെ വേറെ ഒഴിക്കുകയൊന്നും വേണ്ട. അതാ പറഞ്ഞത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ബട്ടൂരി നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് ബട്ടൂരിയാണ്. ബട്ടൂരി ഞാൻ പൊടി കുഴക്കണതൊന്നും കാണിച്ചില്ല. ഞാൻ വീഡിയോ ഇടണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല, പിന്നെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കരമായിട്ട് വഴണ്ടൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് സവാള ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ക്യൂബ്സ് ഒന്ന് വിട്ട് കിട്ടിയാൽ മതി. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ എല്ലാത്തിനും 2 സൗണ്ട് ഉണ്ടാവും, മക്കളും കൂടെ പറയുവേ. ഇതിൽ ഞാനൊരു 1/4 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ട് പോയതാണ്. അത് നല്ലോണം അതിൻ്റെ ഒരു പച്ച ചുവ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിയില എടുത്ത ശേഷം മല്ലിയില നമുക്കിത് ഫുള്ള് വേണ്ട കേട്ടോ. ഇത്ര ഉണ്ടെങ്കിൽ ഫുള്ള് വേണ്ട, നമുക്ക് ഹാഫ് ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി ഹാഫ് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സോസ് മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സോസ് ഒഴിച്ചിട്ട് നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലോട്ട് ചിക്കൻ അതിലോട്ട് ഇടാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ ഫ്രൈഡ് റൈസിലൂടെയൊക്കെ ഇത്രയും തന്നെ മതി. നമുക്ക് കുറച്ച് ഗ്രേവി ആക്കാം കേട്ടോ. കുറച്ച് ഗ്രേവി ആക്കാം. അപ്പം നമ്മൾ ഇതിലോട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അതിലോട്ട് 1 സ്പൂൺ കോൺഫ്ലവറും ഒരു നുള്ളി റെഡ് കളറും കൂടെ. എനിക്ക് റെഡ് കളർ ആഡ് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാനിങ്ങനെ വീഡിയോയ്ക്ക് കളറിന് വേണ്ടിയിട്ട് ഇതാണ്. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്യാവേ. ഈസി ചില്ലി ചിക്കൻ റെഡി ആയിരിക്കുന്നു. കുറച്ച് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില്ലി ചിക്കൻ റെഡിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പം ഇനി എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഈസി അല്ലേ. ഇതിപ്പോൾ എന്താ ഇല്ലെങ്കിലും സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും കഴിക്കുന്ന വീഡിയോ കാണിച്ചിട്ട് ബൈ ബൈ.